വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന തൊമ്മൻകുത്ത്, ഏഴുനിലക്കുത്ത്, തേൻകുഴിക്കുത്ത് എന്നിങ്ങനെ 3 അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളും പാറക്കല്ലുകളും ചെറിയ തടാകങ്ങളും പലതരത്തിലുള്ള വൃക്ഷങ്ങളൊക്കെയുള്ള വനത്തിലൂടെയുള്ള യാത്രാവിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. തൊടുപുഴ താലൂക്കിലാണ് ഈ തൊമ്മൻകുത്ത്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും കേൾക്കുവാനും കാണുവാനും നമുക്ക് വീഡിയോ കണ്ടാലോ? വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ, കാരണം ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോ കണ്ടു തുടങ്ങുമല്ലേ? തൊമ്മൻകുത്ത്, അതിന് മുകളിൽ ഏഴുനിലക്കുത്ത്, അതിന് മുകളിൽ തേൻകുഴിക്കുത്ത്, ഇങ്ങനെ 3 വെള്ളച്ചാട്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. തേൻകുഴിക്കുത്ത് വരെയാണ് ഇപ്പോൾ നമുക്ക് പ്രവേശനമുള്ളൂ. തേൻകുഴിക്കുത്തിന് മുകളിലേക്ക് ട്രെക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട്. അപ്പം ഇതാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം. എന്തിനാണ് നമ്മളിവിടെ വന്നതെന്നല്ലേ? ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ ഫുൾ വിശേഷങ്ങൾ അറിയുകയും കേൾക്കുകയും കാണുകയൊക്കെ വേണ്ടേ? അപ്പം ഈ റൈറ്റ് കാണുന്ന വഴിക്കടെയാണ് നമ്മൾ പോണത്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ ഫുള്ള് കണ്ടാലോ? അപ്പോൾ ഇപ്പം നമ്മൾ തൊമ്മൻകുത്തിന് പോകുന്ന വഴിയാണ്. വണ്ണപ്പുറത്തുനിന്ന് റൈറ്റ് കയറി ആണ് ഈ തൊമ്മൻകുത്ത് റൂട്ടാണിത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുവാണ്. അപ്പോൾ ഇവിടെ ഷാപ്പിലെ കറികൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കിട്ടുമോയെന്ന് അറിയില്ല, നോക്കട്ടെ. അപ്പോൾ ഇത് ഇതുണ്ട്, എൻ്റെ നോക്ക് എന്ത് രസമാണെന്ന്. അവിടെ നല്ല ഭംഗിയല്ലേ കാണാൻ. അത് ഏതാ സ്ഥലം എന്നറിയില്ല, പാറക്കെട്ടുകളും ഒക്കെ ആയിട്ട് എന്ത് രസമാണ് കാണാൻ. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിത് ഈ കടയിൽ കയറി എന്നിട്ട് ചായ പറഞ്ഞു. ചായത്തെ കുടിച്ച് ഇത്രയായി. അപ്പം കള്ളപ്പവും പന്നിക്കറിയാണ് പറഞ്ഞത്. പപ്പായ ഉണ്ടായിരുന്നു, മീൻകറി, കേരക്കറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കള്ളപ്പം പന്നിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫ്ലാറ്റ്. അപ്പം അത് പറഞ്ഞേക്കുവാണ്. ചായ കുടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് കള്ളപ്പം, പിന്നെ ഇത് ഗ്രേവി ഉണ്ട്. അതെന്ത് ഗ്രേവിയാണെന്ന് അറിയില്ല. ചെറിയ 2 കള്ളപ്പം, പക്ഷെ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കഴിക്കുമ്പം പറയാം കേട്ടോ. ഒന്ന് ശ്രമിച്ച് ചീറ്റിപ്പോയി. ഫസ്റ്റിൽ എനിക്ക് നെയ്ക്കഷ്ണം കിട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ നെയ്ക്കഷ്ണം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്രൈ പോലെ, ഗ്രേവി ഇല്ല, ഫ്രൈ പോലെ. അടിപൊളി കേട്ടോ. പൊറോട്ട കണ്ടു കേട്ടോ, കുഴപ്പമില്ല. എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട കള്ളപ്പവും പന്നി അടിപൊളി. ഈ കണ്ട പാറ കോട്ടപ്പാറയാണ് കേട്ടോ, അതും വണ്ണപ്പുറത്ത് തന്നെയാണ്. ഇപ്പം നമ്മൾ മേളിലേക്ക് കയറി പോകണം. ശരി, അപ്പം ഇതാണ് മൊത്തത്തിൽ ഒരു ഇത് റൂംസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം അതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഇപ്പം വെള്ളം കുറവാണ് കേട്ടോ, നല്ല കുത്തൊഴുക്കാണ്. അവിടെയാണ് ആ ഒരു തടാകം പോലെ, പക്ഷെ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ തീർത്തും വെള്ളം കുറവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു വിശ്രമിക്കാനൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് വെള്ളമൊക്കെ കാണാൻ, കാറ്റും കൊണ്ടൊക്കെ ഇരിക്കാം. വലിയ ചൂടൊന്നുമില്ല. അപ്പോൾ ഇനി മേളിലാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇന്ന് അത് പക്ഷെ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. 8 മണി തൊട്ടാണ് ഇവിടെ പാസ്. ഇപ്പോൾ നമുക്കിനി മേളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മേളിലേക്ക് കയറി പോകുന്നത്. ഇതാണ് ഇവിടെ പ്രവേശന കവാടം എന്ന് പറഞ്ഞാൽ. അതായത് കണ്ടോ, ഇവിടെയാണ് വണ്ടികളൊക്കെ ഇവർ റോഡ് സൈഡിലും പാർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഫുഡെല്ലാം കിട്ടും കേട്ടോ, പാർക്ക് ചെയ്യാനും എല്ലാം സൗകര്യമുണ്ട്. ഇനി നമുക്ക് മേളിലേക്ക് പോകാം. ബാ.
സ്ഥലം? തൊടുപുഴ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മേളിലേക്ക് കയറി പോകുന്നത്. അപ്പം മേളിൽ വരെ പോകണം. ഇവിടെ നല്ല തണലാണ് കേട്ടോ, മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഓരോ മരത്തിനും പേരൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ദന്തപാല അങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, അത് ദന്തപാല. ഞാൻ കുറച്ച് ദൂരം വരെ നേരത്തെ പോയിട്ടുള്ളൂ, ഒരു 8-10 വർഷം മുമ്പ്. ഉടനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ. ഇത് കണ്ടോ, നല്ല രസമില്ലേ, കണ്ടോ. ഇത് മരമാണോ എന്താണെന്ന് നമുക്കറിയില്ല. സിമെൻറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. ഞാൻ ആദ്യം ഓർത്തു മരം ആണെന്നുള്ളത്. നല്ല രസമുണ്ട്. ഇപ്പോൾ ചൂടാണ്, പുറത്ത് നല്ല ചൂടാണ്, പക്ഷെ ഇവിടെ നല്ല ഒരു കൂളാണ്. ഈ മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അങ്ങനെ വെള്ളത്തിലിറങ്ങാൻ പാടില്ല. ഒരുപാട് പേര് ഇവിടെ മരിച്ചതാണ് വെള്ളത്തിലിറങ്ങിയിട്ട്. അപ്പം അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കണം, കേൾക്കണം. അപ്പോൾ അത് ഇവിടെ ഫുള്ളിങ്ങനെ ഇല്ലിയും പലതരത്തിലുള്ള വൃക്ഷങ്ങളാണ് കേട്ടോ. കുട്ടികളുടെ ആ ഗൈഡിൻ്റെ നിർദ്ദേശം നമ്മൾ ഉറപ്പായിട്ട് അനുസരിക്കണം കേട്ടോ. കാരണം അത്ര അപകട സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷെ അതുപോലെ ഭംഗിയാണ്. അത്രയ്ക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഭംഗിയാണ് ഇത്. പക്ഷെ ഇത് നാച്ചുറൽ അല്ല, ഇത് നാച്ചുറൽ ലില്ലിയാണ്. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, ടോയ്ലറ്റൊക്കെ ഉണ്ട്. ദേ, വനത്തിനുള്ളിൽ മദ്യപിക്കുന്നത് ശിക്ഷാർഹമാണ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇരുന്ന് പയ്യെ പയ്യെ റെസ്റ്റ് എടുത്ത് പോകാൻ പറ്റും. അപ്പം ഇത് ഫുള്ള് ഞാൻ പറയട്ടെ, ഈ പുറത്ത് ശരിക്കും നമ്മൾ മരങ്ങൾ കളയരുത്, മരങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ഏറ്റവും ഒരു അനുഭവമാണ്. ഇവിടെ അത്ര ചൂടില്ല, പക്ഷേ എനിക്ക് ഓൾറെഡി ഞാൻ ചൂടിൻ്റെ ആളായതുകൊണ്ട് എൻ്റെ വേർപ്പ് നിങ്ങൾ ആരും നോക്കണ്ട. നല്ലൊരു തണുപ്പാണ്. തണുപ്പല്ല, നല്ലൊരു ആശ്വാസമാണ്. ഇതുവരെ 24 പേർ ഇവിടെ ഒഴുക്കിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മൺ റോഡാണ്, നാച്ചുറൽ വഴിയാണ്. ഇവിടം വരെ ഉള്ളൂ ഇങ്ങനെ ടൈല് പാകിയേക്കുന്നത്. സാധാ വഴിയാണ്. മുകളിലേക്ക് വലിയ മരമാണ്. അപ്പോൾ ഇനി ഇങ്ങനെ കല്ലൊക്കെ ഉള്ള കുറ്റിയൊക്കെ ആയിട്ടുള്ള വഴിയൊക്കെയാണ് കേട്ടോ. നല്ല തണുപ്പ്, നല്ലതേ. ഇത് ആ പുഴയാണ് കേട്ടോ. ഇപ്പം മഴ വരുമ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഇവിടെ ഒരു കെട്ടിടമുണ്ട്. അത് ഇനി എന്ത് ക്വാർട്ടേഴ്സാണോ ഇതിനെന്തെങ്കിലും ഓഫീസാണോ അങ്ങനെ നമുക്കറിയില്ല. പക്ഷെ അടച്ചിട്ടിരിക്കുകയാണ്, ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഫുൾ ചെടികൾ, മരങ്ങൾ. എന്നാ തണലാ. പക്ഷെ ഇപ്പോഴും എൻ്റെ ചൂട് നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. ഞാൻ AC കിടന്നപ്പോഴും ചൂടടിക്കുന്ന ആളാണ്. ഇത് പൂവം എന്ന് പറയുന്നൊരു മരമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ താന്ന് കേട്ടിട്ടുണ്ട്. ഈ മരമൊന്നും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെ മൂട്ടിക്കായ്പൻ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകളാണേ. മൂട്ടിക്കായ്പൻ. സിമെൻ്റ് അല്ല, ഇത് കല്ലല്ലേ, കല്ല് കയറി പാളിയല്ലേ. ഹോ ഹോ ഹോ. ദേ പക്ഷിയുടെ കളകളാ ശബ്ദം കേട്ടോ. ഇവിടെ തീ പിടിക്കുന്നതിന് കാരണമായിരിക്കുന്ന വസ്തുക്കളൊന്നും കൊണ്ടുവരാൻ പാടില്ല. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, നമ്മൾ വനത്തെ സംരക്ഷിക്കുക, വേസ്റ്റുകളൊന്നും വലിച്ചെറിയാതെ. വനം എന്ന് പറയുന്നത് നമുക്ക് അമൂല്യ സ്വത്താണ് വനം എന്ന് പറയുന്നത്. അത് പിന്നെ ഇപ്പം ഇങ്ങനെ തിക്ക് വലിയ മരങ്ങൾ ഇങ്ങനെ 2 സൈഡും ഇവിടെ ഇങ്ങനെ സൈഡ് കെട്ടിട്ടുണ്ട്. പക്ഷേ കല്ലാണ് കേട്ടോ. ഈ മലയാറ്റൂരൊക്കെ പോലെ കല്ല്, മൊത്തം കല്ല് വഴിയാണ്. കുഞ്ഞിക്കയിലൊക്കെ അത് കണ്ടോ.
കല്ല് പാത, അതെ കല്ല് കല്ല് ആ പുഴയുടെ ഭാഗമാണ്. പക്ഷേ അച്ഛന് വരുന്ന വെള്ളമാണിത്. അങ്ങോട്ടൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ മലയാറ്റൂർ കയറുന്ന പോലെയുണ്ട്. പക്ഷെ അത്രയും കയറ്റം ഇങ്ങനെ കുന്നുപോലെയില്ല, ഇങ്ങനെ നിരപ്പായ വഴിയാണ് കേട്ടോ. ഇവിടെ വലിയൊരു പാറയുണ്ട്, വലിയൊരു പാറ. ഇനിയിപ്പോൾ ഫുള്ള് അങ്ങനെയുള്ള വഴിയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ വലിയ വലിയ മരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ സൈഡ് ഫുള്ള് മരങ്ങളും വനം, ഈ സൈഡ് പുഴ, അങ്ങനെ ആ രീതിയാണ് മുന്നോട്ട് പോകുമ്പോഴും. ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണിക്കാണ് ടിക്കറ്റ്. അതിൽ 8 മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ലൊരു ഇതേ തോട്ടിൽ ഇവിടെ നല്ല അത്യാവശ്യം വെള്ളമുണ്ട്, കയവാണ്, നല്ല തടാകം പോലത്തെ, നല്ല കുളം പോലത്തെ നല്ല അടിപൊളി. ഇതേ കണ്ടോ തടാകം. എല്ലാം ചെക്ക് ചെയ്യാനൊക്കെ ആണോന്ന് അറിയില്ല, ചെല്ലുമ്പോൾ അറിയാം. ഞാനിപ്പോഴേ തലകറങ്ങി വീഴും, അത് വേറെ സംഭവം. ഇത് കരിമരുതെന്ന് പറഞ്ഞൊരു മരമാണ് കേട്ടോ. കരിമരുത്, തേമ്പാവ്, തേന്മാവെന്ന് കേട്ടിട്ടുണ്ട്, തേമ്പാവ് അത് കേട്ടോ. അപ്പം ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഇച്ചിരി നല്ല നടപ്പും. ഇവിടെ എന്താ പറയുക, ഇവിടെയൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഇറങ്ങാൻ തോന്നുന്നു നമുക്ക് ഭയങ്കരമായിട്ടും, പക്ഷെ ഇറങ്ങാൻ പറ്റില്ല. ഇനി നേരെ അങ്ങോട്ട് പോകണം. ഇവിടെ ചെറുതായിട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ അവിടെ ഇറങ്ങി നിൽക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ആ സൈഡും വനം, ഈ സൈഡും വനം. വനത്തിൻ്റെ നടുക്കിൽ കൂടെ പുഴ. ഓ, ഇവിടെ നല്ല തണല. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ ചൂടോ എൻ്റെ വേർപ്പോ നോക്കണ്ട. അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ നല്ല തണുപ്പ്, നല്ല തണൽ, നല്ല സമാധാനം, നല്ല ശാന്തി, അങ്ങനെ മടുപ്പൊന്നും തോന്നിക്കില്ല. പുഴയിലും കൂടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു സുഖമായിരുന്നു. ഇത് ഏഴിലം പാല മര, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണ് ഒരു ചെറിയ മരമാണ്, വലുതാവുന്നേ ഉള്ളൂ. ഏഴിലം പാല ഇവിടെ ഇറങ്ങാൻ പറ്റും കേട്ടോ. മഴ വരാൻ പോകട്ടോ. ആ ഉണ്ട്, ഇവിടത്തിലേ ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങാനൊരു സ്ഥലമുണ്ട്, അതുകൊണ്ട് സമാധാനത്തെ. അവിടെയൊക്കെ ഇങ്ങനെ തടിയിലൊക്കെ ഇരിക്കുന്നത് കണ്ടോ, അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റും. ഇപ്പോൾ പുഴയിൽ വെള്ളം കുറവായതുകൊണ്ടാണ് കേട്ടോ ഇറങ്ങാൻ പറ്റുന്നത്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി അടിപൊളി അടിപൊളി. ഇത് ഇങ്ങനെ അവിടം വരെ ചിലപ്പോൾ കയറിപ്പോകാൻ പറ്റും കേട്ടോ. പക്ഷെ എനിക്കിപ്പോൾ കയറണമെന്നൊക്കെ ഉണ്ട്. കയറിയത് ഇങ്ങനെ മരം കിടക്കുകയാണ്. അതെ, ഇവിടെ എന്താ പറയുക, ഇവിടെ കുറേ ഇരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. കുറേ കയറി വന്നു കഴിയുമ്പം നാച്ചുറലായിട്ട് തടിയിലും കല്ലിലും ഒക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഫുഡൊക്കെ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പായി വെള്ളത്തിന്. എന്ത് തണുപ്പാണെന്നറിയോ?
ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ, പക്ഷെ ഞാൻ ശരിക്കും ഇരിക്കുന്നില്ല. ഇത് ഇത്തിരി അപകടാവസ്ഥയിലാണ്. അപ്പം ഞാനിത് ഇവിടെ ഞാൻ ശരിക്കും ഇരിക്കുന്നില്ല കേട്ടോ, കാരണം എങ്ങനെ ഒടിഞ്ഞു പോയാൽ. അപ്പം ഇത് കമുകിൻ്റെ ഇത് വെച്ചിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, നല്ല ബലമുണ്ട്. ആ ഇല്ലി സോറി, കമുകല്ല, ഇല്ലി, മൈ മിസ്റ്റേക്ക്. അവിടെ മഴ പെയ്താൽ അത്യാവശ്യം നിൽക്കുമ്പോഴത്തേ കുറേ ഒരേപോലെ സാരി എടുത്തിട്ട് കുറേ ചേച്ചിമാർ, നല്ല രസം. മടുത്തു, കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് വന്ന് വിചാരിച്ചിട്ട്. അയ്യോ ശരിക്കും മടുത്തു. എനിക്ക് റെസ്റ്റിലായതുകൊണ്ട് മരുന്നും ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ മടുത്തത്. അല്ലെങ്കിൽ അങ്ങനെ മടുപ്പൊന്നും തോന്നൂല. ഇത് മരോട്ടി പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്. മരോട്ടിക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ. അതെ, അവിടെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്, തിരക്കുണ്ട്. നമ്മൾ രാവിലെ വരാത്തതുകൊണ്ടാണ്. രാവിലെ എല്ലാവരും വരും. ഇപ്പോൾ ചൂടും കുറവാണ്, കയറാൻ നല്ല സുഖമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നല്ല ആളുണ്ട് കേട്ടോ. എന്നാ വലിയ മരവാ. ഇനിയിപ്പോൾ അതെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അതെ ഒരു പാലമൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അതെ ഇതേ കണ്ട, ഇത് ഇല്ലിയുടെ പാലാണ് കേട്ടോ. നല്ല, പിന്നെ കമ്പുമൊക്കെ ഇല്ലിക്കമ്പാ, നല്ല രസം. അപ്പോൾ ഈ ഇതിലെയാണ് അങ്ങോട്ട് ഇറങ്ങി പോണത്. ഇതേ കണ്ടോ, ഇങ്ങനെ പോകണം. ഇപ്പോൾ അതെ ഇവിടെ 6 പേര് മരിച്ചിട്ടുണ്ട്. ഇവിടെ 6 പേര്. ഈ കുത്തിൽ ഇറങ്ങാൻ പാടില്ല, ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പാടില്ല. 6 പേര് ഇവിടെ ഓൾറെഡി മരിച്ചിട്ടുണ്ട്. അടിപൊളി സ്ഥലം. നടക്കുന്നതും ഒരു പ്രശ്നമില്ല, നമുക്ക് കുറച്ച് ശരീരത്തിന് എക്സസൈസ് ആവും. ഇതാണ് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതാണ് തൊമ്മൻകുത്തിന്റെ മുകളിലെ 7 നില കുത്ത്. ഇതാണ് അപ്പോൾ ഇതാണ് തൊമ്മൻകുത്തിന് മുകളിലുള്ള 7 നില കുത്ത്. നോക്ക്, വെള്ളമൊക്കെ കുറേ കുറവാണ് കേട്ടോ. ഇവിടെ ഇറങ്ങരുത് ഒരിക്കലും. ഇവിടെ തന്നെ 6 പേര് മരിച്ചാണ്, ഇവിടെ ഇറങ്ങരുത്. ഇതാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു പക്ഷി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട, ഇതേ കണ്ട, അതിനൊക്കെ എന്ത് സുഖമാണ്. പോവല്ലേ, അങ്ങോട്ട് പോവല്ലേ. അപ്പോൾ ഇവിടെ വെള്ളം ഭയങ്കരമായിട്ട് കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ പാറക്കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കയറി ഇരിക്കാനും ഒക്കെ വെള്ളത്തിലിറങ്ങാനൊക്കെ അത്യാവശ്യം പറ്റും. പക്ഷെ ഗൈഡുകൾ പറയുന്ന രീതി അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.
ഇവിടെയൊക്കെ ഇതിപ്പോൾ അത്യാവശ്യം ആളുകൾ ഇറങ്ങുന്നത് കണ്ടില്ലേ? കൊച്ചുകുട്ടിയൊക്കെ ഒരു മോൾ ഇറങ്ങി നിൽക്കുന്നില്ലേ? അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ താഴെ 2 പേര് നിൽക്കുന്നില്ലേ? അവിടെയൊക്കെ ഇറങ്ങാൻ പറ്റും. ഭയങ്കര വെള്ളം ഉള്ള സമയത്ത് ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ എല്ലാം ഫുള്ള് ഈ കല്ലുകളെല്ലാം മൂടി വെള്ളമായിരിക്കും. ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം എന്താ പറയുക, നല്ല മഴ സമയത്തൊന്നും ഇങ്ങോട്ടൊക്കെ അടുക്കാൻ പറ്റില്ലായിരിക്കും. അത്യാവശ്യം ആളുകളുണ്ട് ഇവിടെ. ഫോട്ടോ എടുക്കുന്നു, പിന്നെ എന്താ പറയുക, എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങുന്നു. അങ്ങനെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും രാവിലെ തന്നെ ഇറങ്ങിയിട്ട് രാവിലെ ഒരു 8 മണിക്ക്, ഒരു 8, 9 ഇടയ്ക്ക് വന്നിട്ട് ഒരു 11 മണിക്ക് മുമ്പ് ഇറങ്ങിപ്പോവാണെങ്കിൽ അത്രയും ചൂടൊക്കെ കുറവുണ്ട്. അതായത് നമ്മൾ താഴേന്ന് ഉള്ള പ്രവേശന കവാടം ഇല്ലേ, അതിൻ്റെ അവിടെയുള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു തടാകം പോലെയൊക്കെ ഇല്ലേ, അതാണ് ശരിക്കും തൊമ്മൻകുത്ത്. അത് കഴിഞ്ഞിട്ട് ഇത് ഏഴുനിലക്കുത്ത്. അപ്പം അത് തൊമ്മൻകുത്ത്, ഇത് ഏഴുനിലക്കുത്ത്. ഇനി ഇവിടുന്ന് ഒരു 200 മീറ്റർ മേളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തേൻകുഴി കുത്ത്. അതിന് മേളിലേക്കും കുത്തുണ്ട്, പക്ഷേ അത് ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല. അവിടേക്ക് ട്രെക്കിംഗ് ഉണ്ട്. ഒരു 10-15 ദിവസത്തിനുള്ളിലേക്ക് പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ തേൻകുഴി കുത്തിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന വഴിയിലൂടെ മുകളിലേക്കാണ് തേൻകുഴി കുത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ഇടവഴി പോലെ, ഇത്രയും വീതിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു വഴിയാണ് കേട്ടോ. മേളിലേക്ക് ഈ വഴി ഇങ്ങനെ മേളിലേക്ക് കയറി പോകണം. ഇത് ഇച്ചിരി കയറ്റമുണ്ടെന്ന് തോന്നുന്നു. ഇതുവരെ നല്ല നിരപ്പായ വഴിയായിരുന്നു. ഇങ്ങനെ കയറി പോകണം. ഇതേ കണ്ടോ, ഇവിടെ കുറച്ച് ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പം ഇത്തിരി സൂക്ഷിച്ച് വേണം ഇതിലെ നമുക്ക് പോകാൻ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട്, മുകളിൽ നിന്നുകൊണ്ട് ഏഴുനിലക്കുത്തിന്റെ ഒരു വ്യൂ ആണിത്. തൊമ്മൻകുത്ത്, അത് കഴിഞ്ഞത് ഏഴുനിലക്കുത്ത്. ഇനിയിപ്പോൾ നമ്മൾ തേൻകുഴി കുത്തിലേക്കാണ് കേട്ടോ പോണത്. തൊമ്മൻകുത്ത് കഴിഞ്ഞ് ഏഴുനിലക്കുത്ത് കഴിഞ്ഞ് തേൻകുഴി കുത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ തേൻകുഴി കുത്ത് എത്താറായിട്ടോ. ചുറ്റും ഈറ്റയാണ് കേട്ടോ, ഈറ്റക്കാട്. അപ്പം നമ്മൾ തേൻകുഴിക്കുത്തിൻ്റെ അവിടെ വന്നു കേട്ടോ. ഇതാണ് തേൻകുഴിക്കുത്ത്. അപ്പം ഇതാണ് തേൻകുഴിക്കുത്ത്. എൻ്റെ ശത്രുവാണ് പുഴു. അപ്പം ഇപ്പം നമ്മൾ തേൻകുഴി കുത്തിലാണ്. അപ്പോൾ
നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ പുതിയ വീഡിയോകളും അതുപോലെ വെള്ളച്ചാട്ടങ്ങളും പാറക്കെട്ടുകളും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും വനങ്ങളും ഒക്കെ അടങ്ങിയ ഒരുപാട് വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് കയറി കാണണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വനങ്ങൾ തേടി, പുതിയ പാറക്കെട്ടുകൾ തേടി, പുതിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ട് പിന്നെ